ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 11-ാം ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. ദാ വരുന്നുണ്ടല്ലോ മണവാട്ടി. ഫാദർ പറഞ്ഞ ആ നിമിഷം നകുലിൻ്റെ ഹൃദയമിടിപ്പ് നിലച്ചുപോയി. സലോമിയുടെ മുഖമൊന്ന് കാണാൻ അവൻ കൊതിച്ചു. അവളുടെ ഉള്ളിലെ പ്രണയം ആർക്കു വേണ്ടിയാണെന്നറിയാനുള്ള അടങ്ങാത്ത ആർത്തി അവൻ്റെ സിരകളിൽ പടർന്നു. നിഴലുകൾക്കിടയിലൂടെ അവൾ പ്രത്യക്ഷപ്പെട്ടു. സിസ്റ്ററിൻ്റെ തണലിൽ നാണത്താൽ വിരിഞ്ഞൊരു പുഞ്ചിരിയുമായി സലോമി. ആ ചിരിയിൽ അലയടിച്ചിരുന്നത് വരാനിരിക്കുന്ന വിവാഹത്തോടുള്ള പൂർണ്ണ സമ്മതമായിരുന്നു. നകുലിൻ്റെ നെഞ്ചിലെ തീക്കാറ്റണഞ്ഞു. ഇനി ഒന്നും ചോദിക്കാനില്ല. അവൾ ആഗ്രഹിച്ചതുപോലെ ഈ വിവാഹം നടക്കട്ടെ. ഈ ചടങ്ങുകൾ കഴിഞ്ഞാലുടൻ ആരോടും യാത്ര പോലും പറയാതെ ഓർമ്മകളുടെയും മണ്ണിൽ നിന്നും താൻ അപ്രത്യക്ഷനാകുമെന്ന് നകുൽ മനസ്സിൽ ഉറപ്പിച്ചു. ദൂരെ എങ്ങോ പേരറിയാത്ത ഏതെങ്കിലും നഗരത്തിലെ തിരക്കുകളിൽ സ്വയം മറന്ന് ഈ ജന്മത്തിൽ വിവാഹമെന്ന ചിന്ത എന്നേക്കുമായി അവൻ വെട്ടിമാറ്റി. മോളെ സലോമി, നിനക്ക് ഈ വിവാഹത്തിന് പൂർണ്ണ സമ്മതമാണല്ലോ അല്ലേ? അച്ഛൻ്റെ ചോദ്യം വായുവിൽ തങ്ങി നിന്നു. അവളുടെ മറുപടിക്കായി നകുൽ ശ്വാസം അടക്കി പിടിച്ചു. അവൻ്റെ നേരെ തിരിഞ്ഞ് അവൾ നൽകിയ ആ മറുചിരി, അതൊരു സമ്മതപത്രമായിരുന്നു. നാണത്താൽ കുതിർന്ന നിർമ്മലമായൊരു മറുപടി. നാളെയാണ് വിവാഹം. നന്നായി ഉറങ്ങുക, പ്രാർത്ഥിക്കുക. എൻ്റെ കുഞ്ഞ് എന്നും സന്തോഷമായിരിക്കണം. അച്ഛൻ അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുമ്പോൾ നകുലിൻ്റെ ഹൃദയം പെതുക്കെ നുറുങ്ങുകയായിരുന്നു. അവൾ മറ്റൊരാളുടെ സ്വന്തമാകുന്നത് കൺമുന്നിൽ കാണാൻ തക്ക കരുത്ത് തൻ്റെ ഹൃദയത്തിനില്ലെന്ന് നകുൽ തിരിച്ചറിഞ്ഞു. ചടങ്ങുകൾക്ക് തൊട്ടു മുൻപ് ആരും അറിയാതെ ഈ വീടിൻ്റെ പടി ഇറങ്ങി ഓടിപ്പോകണം. എങ്ങോട്ടാണെന്നറിയില്ല, എങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടണം. അതിനായി തയ്യാറെടുപ്പുകൾ തുടങ്ങിയതായിരുന്നു നകുൽ. രാത്രിയുടെ നിശബ്ദതയിൽ അച്ഛൻ ഉണരും മുൻപേ സ്ഥലം വിടാനുള്ള ബാഗ് പാക്കിങ്ങിലായിരുന്നു അവൻ. പെട്ടെന്നാണ് വാതിലിൽ ചെറിയൊരു മുട്ട് കേട്ടത്. അച്ഛൻ. മോനെ നകുൽ. അച്ഛൻ്റെ ശബ്ദത്തിന് ഒരുതരം വിറയിലുണ്ടായിരുന്നു. കയ്യിൽ ക്രീം നിറത്തിലുള്ളൊരു വസ്ത്രം. നാളെ പള്ളിയിലേക്ക് പോകാൻ നീ ഇതണിഞ്ഞിരിക്കണം. എല്ലാവർക്കും എടുത്ത കൂട്ടത്തിൽ നിനക്കുമായി ഞാൻ കരുതിയതാ. ഇഷ്ടപ്പെട്ടോ? ക്രീം കളർ ഷർട്ടും മുണ്ടും. കാണുമ്പോഴേ നകുലിൻ്റെ കണ്ണുകൾക്ക് അതൊരു അസ്വസ്ഥതയായിരുന്നു. ഇതൊക്കെ എന്തിനാച്ചാ? ഈ കളർ എനിക്ക് ഒട്ടും ചേരുന്നില്ല. മറുപടിയിൽ നകുലിൻ്റെ കയ്പുണ്ടായിരുന്നു. അച്ഛനൊന്ന് പുഞ്ചിരിച്ചു. പക്ഷേ ആ പുഞ്ചിരിയിൽ എന്തോ ഒരു ആഴമുള്ള സങ്കടമുണ്ടായിരുന്നു. ഓർഫനേജിലെ കുട്ടികൾക്ക് വസ്ത്രങ്ങൾ കുറവാണെന്ന് നിനക്കറിയാമല്ലോ. നമ്മുടെ പിള്ളേർ മാത്രം എപ്പോഴും മാറി നിൽക്കുന്നു. ഈസ്റ്റർ വരുമ്പോൾ അവർക്കും ഇതുപോലെ ലൈറ്റ് കളർ ഡ്രസ്സുകൾ വേണം. ഇതിട്ടാൽ അവർക്ക് ഉപകരിക്കുമല്ലോ എന്ന് കരുതിയതാ. നകുലിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അച്ഛൻ തുടർന്നു. നിനക്ക് ഈ കളർ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ നിനക്കിതൊന്നും ആവശ്യമില്ലല്ലോ. വേണമെങ്കിൽ ഇതവിടെ വെച്ചിട്ട് പോകാം. വല്ലപ്പോഴും വരുമ്പോൾ ഉപയോഗിക്കാമല്ലോ, അല്ലേ? അച്ഛൻ്റെ അവസാന വാചകത്തിൽ എന്തോ ഒരു അർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ടോ? നകുൽ പകച്ചുപോയി. പിന്നെ മോനെ. അച്ഛൻ തൊണ്ടയടക്കി. അച്ഛന് പ്രായമായി വരികയാണ്. ഒന്നും താങ്ങാനുള്ള ശേഷി ഇനി ഈ ഹൃദയത്തിനില്ല. ഇതിനെ ഇപ്പോൾ ഹൃദയമെന്ന് വിളിക്കാമോ എന്നെനിക്കറിയില്ല. പലതവണ തുന്നിക്കെട്ടി. കീറിപ്പറഞ്ഞൊരു പഴന്തുണി പോലെയായി അത്. അച്ഛൻ പൊട്ടിച്ചിരിച്ചു. ആ ചിരിയിൽ നകുലിൻ്റെ ഉള്ളം പൊള്ളുകയായിരുന്നു. ഒരുപക്ഷേ താൻ പോകാൻ തയ്യാറെടുക്കുന്ന കാര്യം അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാകുമോ? ആ പഴന്തുണി പോലെ തുന്നിക്കെട്ടിയ ഹൃദയം ഒന്നുകൂടി നോവിക്കാൻ നകുലിന് കഴിയുമായിരുന്നില്ല. പറഞ്ഞതൊക്കെ കേട്ടല്ലോ. അതുകൊണ്ട് നാളെ എല്ലാം മുന്നിൽ നിന്ന് നീ തന്നെ നടത്തണം. അച്ഛൻ്റെ ആ വാക്കുകൾ ഒരു വിധി പോലെ നകുലിൻ്റെ കാതുകളിൽ മുഴങ്ങി. പ്രണയം എന്നാൽ സ്വന്തമാക്കലല്ലെന്നും പ്രിയപ്പെട്ടവളുടെ സന്തോഷത്തിനു വേണ്ടി സ്വന്തം ആഗ്രഹങ്ങളെ ബലി കൊടുക്കുന്നതും സ്നേഹം തന്നെയാണെന്നും നകുൽ തിരിച്ചറിഞ്ഞു. സലോമിക്ക് വേണ്ടത് മറ്റൊരാളെയാണ്. അവളുടെ പുഞ്ചിരിക്ക് പിന്നിലെ അവകാശി താനല്ല. നാളെ അവളുടേതാണ്. അതുവരെ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കും. ആ തീരുമാനത്തോടെ അസ്വസ്ഥമായ മനസ്സുമായി അവൻ കിടന്നു. തിരക്കുകളില്ലാത്ത ഒരു ചെറിയ വിവാഹം. കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സും അച്ഛനും പിന്നെ ഞങ്ങളും മാത്രം. താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം മാലാഹമാരെ പോലെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. അവരുടെ കുഞ്ഞു കൈകൾ കൂപ്പി സലോമിക്ക് മുൻപിൽ അവർ നടന്നു നീങ്ങിയപ്പോൾ ആ അന്തരീക്ഷം ഒരു സ്വർഗീയത കൈവരിച്ചു. മേക്കപ്പിൻ്റെ ആഡംബരങ്ങളില്ലാത്ത ആ പ്രകൃതിദത്തമായ സൗന്ദര്യത്തിൽ സലോമി തിളങ്ങി. അവളെ ഒന്ന് നോക്കിയപ്പോൾ നകുലിൻ്റെ ഉള്ളിൽ ഇഷ്ടം 10 മടങ്ങ് വർദ്ധിച്ചു. ഇനി ഒരിക്കലും അവൾ തൻ്റേതല്ല. ഇന്നലെ വരെ മനസ്സിൽ കൊണ്ടു നടന്ന ആ ചെറിയ പ്രതീക്ഷ പോലും അസ്തമിച്ചപ്പോൾ നാഗമാണിക്യം നഷ്ടപ്പെട്ട നാഗത്തെ പോലെ അവൻ തകർന്നുപോയി. വെള്ള സാരി ഉടുത്ത്
കഴുത്തിൽ നേർത്തൊരു മാലയും കൈകളിൽ 4 വളകളുമായി മാലാഖയെ പോലെ നിൽക്കുന്ന സലോമി. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് സിസ്റ്ററമ്മ അവളെ മുന്നോട്ട് നയിക്കുന്നത് കണ്ടപ്പോൾ നകുലിന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഇനി ഒരു നിമിഷം ഇവിടെ നിന്നാൽ തകർന്നു പോകുമെന്ന് തോന്നി. അവൻ മെല്ലെ പിന്തിരിഞ്ഞു. പെട്ടെന്ന് അച്ഛൻ പിറകിൽ. "നീ ഇതെന്നാ പിറകിൽ വന്നേ?" അത് പറഞ്ഞ് അൾത്താരയ്ക്ക് നേരെ അച്ഛൻ അവനെ വലിച്ചുകൊണ്ടുപോയി. സലോമിയുടെ അടുത്ത് വേറൊരാളെ സങ്കല്പിക്കാൻ പോലും നകുലിന് കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ തല കുനിച്ചു നിന്നു. ചടങ്ങുകൾ ഓരോന്നായി മുന്നോട്ട് പോകുന്നു. ഒന്നിലും ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും എന്തോ ഒരു അദൃശ്യ ശക്തിയാൽ അച്ഛനോട് ചേർന്ന് തന്നെ നകുൽ നിന്നു. "സലോമി, മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനയും അനുസരിച്ച് ഈ നിൽക്കുന്ന നകുലിനെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ?" വൈദികന്റെ ചോദ്യം അൾത്താരയുടെ നിശബ്ദതയെ കീറിമുറിച്ചു. "സമ്മതമാണ്." പതിഞ്ഞതെങ്കിലും വ്യക്തമായ ആ സ്വരം നകുലിൻ്റെ കാതുകളിൽ പതിച്ചു. നകുലെന്ന് കേട്ടെങ്കിലും അതൊരു മനോഭ്രമമാണെന്ന് അവൻ ഉറപ്പിച്ചു. ഉടൻ തന്നെ വേറൊരാൾക്ക് സ്വന്തമാക്കാൻ പോകുന്നവളെക്കുറിച്ചുള്ള ഭ്രാന്തമായ ചിന്തയിൽ സ്വന്തം പേരവിടെ കേൾക്കുന്നത് ഒരു സ്വപ്നം മാത്രമാണെന്ന് അവൻ്റെ മനസ്സ് വിധിയെഴുതി. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര അസ്വസ്ഥത അവനെ കീഴ്പ്പെടുത്തിയിരുന്നു. മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനയും അനുസരിച്ച് ഈ നിൽക്കുന്ന സലോമിയെ ഭാര്യയായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? രണ്ടാമത്തെ ചോദ്യം മുഴങ്ങി. അൾത്താരയ്ക്ക് മുൻപിൽ ശ്വാസം പോലും നിലച്ച നിശബ്ദത. ആരും ഒന്നും മിണ്ടുന്നില്ല. "നകുൽ, നിനക്ക് സമ്മതമാണോ? മറുപടി പറ." വൈദികന്റെ ശബ്ദം വീണ്ടും കേട്ടപ്പോൾ നകുൽ ഞെട്ടി. ഇതും ഒരു സ്വപ്നമാണോ? ഭയത്തോടെ അവൻ ചുറ്റും നോക്കി. എല്ലാവരുടെയും കണ്ണുകൾ തനിക്ക് നേരെ. സലോമിയുടെ അടുത്ത് വേറെ ആരുമില്ല, താൻ മാത്രം. ഈ വിചിത്രമായ സ്വപ്നത്തിൽ നിന്നും ഉണരാൻ സാധിക്കാതെ അവൻ പകച്ചു നിന്നു. "അതെ, സമ്മതം ഡയറിയിൽ മാത്രമല്ല, ഇവിടെയും പറയണം. പെട്ടെന്ന് പറ." അടുത്ത് നിന്ന് അച്ഛൻ്റെ പതിഞ്ഞ സ്വരം കാതിൽ പതിച്ചതും അതൊരു സ്വപ്നമല്ലെന്നും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സത്യമാണെന്നും നകുൽ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവിൻ്റെ ഞെട്ടലിൽ അവൻ ചാടി പറഞ്ഞു, "സമ്മതമാണ്." ചുറ്റും സന്തോഷത്തിൻ്റെ അലയൊലികൾ പൊട്ടിച്ചിരികളായി മുഴങ്ങുന്നുണ്ടായിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ സലോമിയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ നകുലിൻ്റെ മനസ്സ് നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. ആ നിമിഷം കാലം നിശ്ചലമായതുപോലെ. "നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് നിന്റെ പ്രായത്തോളം തന്നെ വർഷങ്ങളായിരിക്കുന്നു. നിന്റെ മനസ്സ് ഞാൻ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് തിരിച്ചറിയുക?" ചടങ്ങുകൾക്ക് ശേഷം അച്ഛൻ പറഞ്ഞ ആ വാക്കുകൾ കേട്ടതും നകുൽ ആ പുണ്യപുരുഷനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അറിഞ്ഞും അറിയാതെയും അച്ഛൻ തങ്ങളുടെ പ്രണയത്തിന് കാവലിരിക്കുകയായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ അതൊരു സ്വർഗതുല്യമായ ജീവിതമായിരുന്നു. ഒരു കൊച്ചു പിണക്കം പോലും കടന്നു വരാത്ത വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സവിശേഷമായ ദാമ്പത്യം. ഒടുവിൽ തങ്ങളുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയായി ഉടനെ വരാനിരിക്കുന്ന ഒരു കൊച്ചു ജീവനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണിപ്പോൾ. കോൺവെൻറ്റിൻ്റെ ഗേറ്റിനുള്ളിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റുമ്പോൾ നകുൽ ആ മധുരമായ ഓർമ്മകൾക്ക് വിരാമമിട്ടു. സലോമി, തൻ്റെ പ്രാണൻ, ഇപ്പോൾ തങ്ങൾക്കരികിലേക്ക് വരാൻ പോകുന്ന ആ ചെറിയ ജീവൻ, എല്ലാം ഒരു വലിയ അത്ഭുതം പോലെ അവന് തോന്നി. പക്ഷേ ആ സന്തോഷത്തിന് ഒരുതരം മങ്ങലുണ്ടായിരുന്നു. മനസ്സ് വീണ്ടും വല്ലാതെ ഭാരപ്പെട്ടത് തൊട്ടടുത്ത നിമിഷം കണ്ട കാഴ്ചയിലാണ്. "മോനെ, ഈ മുറിയിലാണ് നമ്മുടെ മാനസക്കൊച്ച് കിടന്നിരുന്നത്." പോലീസുകാർ കാവൽ നിൽക്കുന്ന ആ മുറിയിലേക്ക് വിരൽ ചൂണ്ടി സിസ്റ്റർമ്മ പറഞ്ഞപ്പോൾ നകുലിൻ്റെ നെഞ്ചിലെവിടെയോ ആരോ കഠാര കൊണ്ട് കുത്തിയതുപോലെ തോന്നി. ആ മുറിയിലേക്ക് നടക്കുമ്പോൾ തൻ്റെ കാലുകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ വരെ ഈ ഇടവഴികളിൽ അലയടിച്ച ആ കുഞ്ഞു പുഞ്ചിരി, ആ കുറുമ്പ്, അതൊക്കെ വെറും ഓർമ്മയായി മാറിയെന്ന് വിശ്വസിക്കാൻ അവൻ്റെ ഹൃദയം വിസമ്മതിച്ചു. ആ മുറിക്ക് മുന്നിലെത്തിയപ്പോൾ നകുൽ ശ്വാസം അടുക്കി പിടിച്ചു. ജനാലയിലൂടെ ആ മുറിക്കുള്ളിലെ ശൂന്യതയിലേക്ക് അവൻ നോക്കി. മനസ്സിൻ്റെ ഉള്ളിലെവിടെയോ മാനസയുടെ ചിരിയുടെ അലയൊലികൾ കേൾക്കുന്നത് പോലെ. അത് കേൾക്കുമ്പോൾ നകുലിൻ്റെ കണ്ണ് നിറഞ്ഞു. ആ കുഞ്ഞു കളിപ്പാട്ടങ്ങളും പാഠപുസ്തകങ്ങളും ചിതറിക്കിടക്കുന്ന ആ മുറിയിൽ അവൾ അവസാനമായി ശ്വസിച്ച വായുവിന് പോലും ഒരു വേദനയുണ്ടെന്ന് തോന്നി. നകുൽ മെല്ലെ ആ വാതിലിൽ കൈവച്ചു. തൻ്റെ സഹോദരിയെ നഷ്ടപ്പെട്ട ആ മുറിയിൽ ഒരു ജ്യേഷ്ഠൻ്റെ എല്ലാ സ്നേഹത്തോടും വേദനയോടും കൂടി അവൻ നിന്നു. അവളുടെ കുഞ്ഞു പുഞ്ചിരി മാഞ്ഞ ആ ഇടവഴിയിലൂടെ നടക്കുമ്പോൾ ഓരോ ചുവടിലും ആ കുഞ്ഞു പാദങ്ങളുടെ താളം തനിക്ക് നഷ്ടമായല്ലോ എന്ന തിരിച്ചറിവ് അവനെ തകർത്ത് കളഞ്ഞു. ജീവിതം എത്ര പെട്ടെന്നാണ് സന്തോഷത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് ഒരു നിമിഷം കൊണ്ട് ശൂന്യതയുടെ പടുകുഴിയിലേക്ക് വീഴുന്നത്. ആ മുറിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ സലോമിയുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞു ജീവൻ്റെ സ്പന്ദനം താൻ കേൾക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമായിരുന്നു നകുലിനെ പിടിച്ചു നിർത്തിയ ഏക സാന്ത്വനം. നകുൽ നിവർന്നു നിന്നു.
ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഔദ്യോഗിക ഗൗരവത്തോടെ അവൻ അങ്ങോട്ട് നടന്നു. ഞാൻ നകുൽ, കുന്നത്തുനാട് പോലീസ് സ്റ്റേഷനിലെ SI ആണ്. ഞാൻ മുൻപ് ഇവിടുത്തെ അന്തേവാസിയായിരുന്നു. അതുകൊണ്ട് തന്നെ മാനസ എനിക്ക് കേവലം ഒരു മരണമല്ല, എൻ്റെ സഹോദരിയാണ്. എന്തെങ്കിലും ക്ലൂ? പോലീസുകാരന് നേരെ കൈ നീട്ടിക്കൊണ്ട് നകുൽ ചോദിച്ചു. അസ്വാഭാവികമായി ഇതുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ല സർ. പക്ഷേ ഇന്നലെ രാത്രി ഇവിടെ ആരോ വന്നിരുന്നതായി അച്ഛൻ പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ കാര്യം കയറാതിരിക്കാൻ ഒരു സെക്യൂരിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സാറേ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കണമല്ലോ. നകുൽ ആ മുറിയിലേക്കൊന്ന് പാളി നോക്കി. മരണം മണക്കുന്ന ആ മുറിയിൽ മാനസയുടെ ചിരിയുടെ അവസാന അംശങ്ങൾ പോലും മാഞ്ഞു പോയിരിക്കുന്നു. നകുലിൻ്റെ കണ്ണുകൾ മുറിയിലെ ഓരോ കോണിലും അരിച്ചു പെറുക്കി. പെട്ടെന്നാണ് ജനലിന് താഴെ തറയിൽ ഒട്ടിപ്പിടിച്ച നിലയിൽ എന്തോ ഒന്ന് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു ചെറിയ നീല നിറത്തിലുള്ള തുണിക്കഷ്ണം. അവൻ കുനിഞ്ഞത് കയ്യിലെടുത്തു. അവൻ്റെ നെഞ്ചിലൊരു തീപ്പൊരി ആളിപ്പടർന്നു. ഇത് മാനസയുടെ വസ്ത്രമല്ല. മനഃപൂർവ്വം ആരെങ്കിലും ഉപേക്ഷിച്ചു പോയതോ അതോ പിടിവലിക്കിടയിൽ അടർന്നു വീണതോ? സർ, എന്തെങ്കിലും കിട്ടിയോ? പോലീസുകാരൻ ചോദിച്ചു. നകുൽ ആ തുണിക്കഷ്ണം ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റിക്കൊണ്ട് ദൃഢമായ സ്വരത്തിൽ പറഞ്ഞു. ഇതൊരു തുടക്കമാണ്. മാനസയെ ഇല്ലാതാക്കിയ ആ കൈകൾക്ക് ഈ മുറിയിൽ നിന്ന് അധിക ദൂരം പോകാൻ കഴിയില്ല. അച്ഛനെവിടെയാണ്? എനിക്ക് അദ്ദേഹത്തെ ഇപ്പോൾ തന്നെ കാണണം. മാനസയുടെ മരണത്തിന് പിന്നിലെ നിഗൂഢതകൾക്ക് ചുരുളഴിക്കാൻ നകുൽ തൻ്റെ പോലീസ് കുപ്പായത്തിനുള്ളിലെ പോരാളിയെ ഉണർത്തിക്കഴിഞ്ഞിരുന്നു. ഇനി ഒരു നിമിഷം പോലും വൈകിക്കൂടാ. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.